പട്ടാഴിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഭീതിയൊഴിയാതെ ഗ്രാമവാസികൾ. അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെടിമരുന്നുശാല നടത്തിപ്പുകാരൻ അജയന്റെ ഭാര്യ ശൈലജയും മരിച്ചു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. കല്ലറ സ്വദേശി പട്ടാഴി കന്നിമേൽ അയത്തിൽ കൂടിയാട്ട് വീട്ടിൽ താമസിക്കുന്ന അജയന്റെ മകൾ സ്വാതിയുടെ ലൈസൻസിയിലുള്ള പടക്ക നിർമ്മാണശാലയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിച്ചിരുന്നു. തമിഴ്നാട് നടത്തൂർ വിരുദനഗർ പരമശിവമാണ് മരിച്ചത്. തമിഴ്നാട് ഇന്ദിരാനഗർ സ്വദേശികളായ ചിന്നശേഖരൻ, പൊന്നുസ്വാമി, പെരിയസ്വാമി, മണിരാജ് എന്നിവരാണ് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ദേവാലയങ്ങളിൽ ഉത്സവ സീസണായതും പുതുവർഷമായതിനാലും അനുവദനീയമായതിലും കൂടുതൽ അളവിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. അജയന്റെ മകൾ സ്വാതിയുടെ പേരിലുള്ള റബ്ബർ തോട്ടത്തിലാണ് പടക്ക നിർമ്മാണശാല സ്ഥാപിച്ചിരുന്നത്. സ്ഫോടന സ്ഥലത്ത് എക്സ്പ്ലോസീവ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ സന്ദർശനം നടത്തി. അജയന്റെ ലൈസൻസിയിൽ പ്രവർത്തിച്ചിരുന്ന പടക്ക നിർമ്മാണശാലയിൽ മുൻപും അപകടമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അനധികൃതമായി കരിമരുന്ന് സൂക്ഷിച്ചതിന്റെ പേരിൽ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് മകളുടെ പേരിൽ ലൈസൻസ് തരപ്പെടുത്തുകയായിരുന്നു. പുതുവത്സരവും ഉത്സവ സീസണും പ്രമാണിച്ച് ജില്ലകളിലെ പടക്ക നിർമ്മാണശാലകൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് പട്ടാഴി മാലൂരിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തെക്കുറിച്ച് RDO നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. പട്ടാഴി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിന് കാരണം വ്യക്തമായിട്ടില്ല. വർഷാരംഭത്തിലും വർഷാവസാനത്തിലും 2 സ്ഫോടനങ്ങളുണ്ടായത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.